നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. മെത്രാൻകായലിലും ആറന്മുളയിലും കൃഷിയിറക്കും. ഒരു തുണ്ട് നെൽവയൽ പോലും ഇനി നികത്താൻ അനുവദിക്കില്ല. ജൈവ കൃഷിയിലേക്ക് മാറും. കേൾക്കാൻ സുഖമുള്ള പ്രഖ്യാപനങ്ങൾ. കേരളത്തിൻ്റെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ എത്രയുണ്ട് ദൂരം. സംസ്ഥാനത്തിൻ്റെ പുതിയ കൃഷിമന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ, സംസ്ഥാനത്തെ ഏറ്റവും പ്രസിദ്ധമായ ജൈവോൽപ്പന്ന വിപണി തണലിൻ്റെ CEO ശ്രീ ആർ ശ്രീധരൻ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകൻ ശ്രീ സി രവിചന്ദ്രൻ. സ്വാഗതം എല്ലാവർക്കും. തരിച്ചു കിടക്കുന്നിടത്ത് കൃഷി ഇറക്കുമ്പോൾ ആറന്മുളയിലും മെത്രാൻകായലിലും കൃഷി ഇറക്കും. കൃഷിമന്ത്രിയുടെ വാക്കുകൾ കാർഷിക മേഖലയിൽ പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപനം കൂടിയായിരുന്നു. എന്നാൽ ഏറ്റവും വിലയുള്ള വസ്തു ഭൂമിയായ ഒരു സംസ്ഥാനത്ത് കൃഷി നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ കൃഷി തന്നെ ചെയ്യണമെന്ന് എങ്ങനെ ഒരു ഭൂ ഉടമയെ നിർബന്ധിക്കും? ചുറ്റുമുള്ള ഭൂമിയിൽ ഫ്ളാറ്റും ഷോപ്പിംഗ് കോംപ്ലക്സും ഉയരുമ്പോൾ വയൽ നികത്താനുള്ള പ്രലോഭനത്തെ കൃഷിക്കാരൻ എങ്ങനെ അതിജീവിക്കും? രാസവളവും കീടനാശിനിയും ഉപയോഗിച്ച് നടത്തുന്ന കൃഷി പോലും നഷ്ടമാകുന്ന കാലത്ത് ജൈവകൃഷിയിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനം എത്ര പേർ ചെവിക്കൊള്ളും? അധിക വില നൽകി ജൈവോൽപ്പന്നങ്ങൾ വാങ്ങാൻ എത്ര പേർക്ക് കഴിയും? ഭക്ഷ്യ സ്വയം പര്യാപ്തത കേരളം സ്വപ്നം കാണുന്നുണ്ടോ? കഴിഞ്ഞ സർക്കാർ ടൂറിസത്തിന് വേണ്ടി നികത്തും എന്ന് പ്രഖ്യാപിച്ച മെത്രാൻകായലിലും വിമാനത്താവളത്തിന് വേണ്ടി നികത്താൻ തുടങ്ങിയ ആറന്മുളയിലും ഈ രണ്ടിടങ്ങളിലും കൃഷി ചെയ്യും എന്ന് ഈ സർക്കാർ പ്രഖ്യാപിച്ചത് ഈ സർക്കാരിൻ്റെ ഒരുപക്ഷെ കാർഷിക മേഖലയിലുള്ള ഒരു നയപ്രഖ്യാപനം കൂടിയാണ്. ഏതർത്ഥത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഈ രണ്ട് സ്ഥലത്ത് മാത്രമല്ല, തരിച്ചു കിടക്കുന്ന സകലയിടത്തും കൃഷി നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് സ്ഥലം പറയുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൈവരുന്നു എന്നല്ലാതെ 1,00,000 ഹെക്ടറോളം സ്ഥലമാണ് കൃഷിയോഗ്യമായിട്ടുള്ള തരിശായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് നിലവിലുള്ളത്. അപ്പോൾ അത് കൃഷിയോഗ്യമാക്കാൻ, തിരിച്ച് കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു 3-4 തലത്തിലുള്ള സ്ട്രാറ്റജി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ആറന്മുള ഈ മെത്രാൻകായലിൻ്റെ കാര്യത്തിലുള്ളൊരു തീരുമാനത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ വളരെ വിവാദമുണ്ടായി. LDF ഗവൺമെൻറ്റിന് ശേഷം UDF ഗവൺമെൻറ് വന്നത് വളരെ ലൈവാക്കി അവസാന മന്ത്രിസഭ കൊണ്ട് റദ്ദാക്കി. ഞങ്ങളുടെ മന്ത്രിസഭ ഉപസമിതി അത് റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് എങ്ങനെ വീണ്ടും ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ ഫയലുകൾ പരിശോധിച്ച് അവിടെ കൃഷി പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനം നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കൃഷിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് നാരായണസ്വാമി IAS ചുമതലപ്പെടുത്തി അദ്ദേഹം റിപ്പോർട്ട് എനിക്ക് നൽകുകയും ചെയ്തു. അതിനിടയിൽ അവിടുത്തെ ഒരു 5-10 കൃഷിക്കാർ ഒരു ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. അവർക്ക് കൃഷി നടത്താൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി നടത്തുകയുണ്ടായി. അപ്പോൾ അതിനും കൂടി പശ്ചാത്തലത്തിൽ അവിടുത്തെ കൃഷിക്കാർ, അവിടുത്തെ സമരം നടത്തിയിട്ടുള്ള ആൾക്കാർ, അവിടുത്തെ പഞ്ചായത്തിൻ്റെ ആളുകൾ, MLA സുരേഷ് കുറുപ്പ് ഉൾപ്പെടെയുള്ള ആളുകളോട് നാളെ ഞാനവിടെ പോയി കണ്ട് ഇത് കൃഷി നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൃഷി നടത്താൻ വേണ്ടി സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അല്ല, ഞങ്ങൾ കൃഷി ഇറക്കില്ല എന്ന് വാശി പിടിക്കുന്ന സ്ഥലമുടമകളെ അവരെന്ത് ചെയ്യും? നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അതിനാവശ്യമായ ഞങ്ങൾ ആരും ഏറ്റുമുട്ടിക്കൊണ്ടല്ല പോകുന്നത്. സൗഹാർദ്ദപരമായ നിലയിൽ തന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ കൃഷിക്ക് വേണ്ടി ഇപ്പോൾ ഉടമസ്ഥന്മാരുമായിട്ടൊരു ഏറ്റുമുട്ടൽ പോയി കഴിഞ്ഞാൽ അത് ഭയപ്പെട്ടിട്ടല്ല. കൃഷി എന്ന് പറയുന്നത് ഒരു കൃഷി വകുപ്പിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളും കുറേ ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓരോ ദിവസവും കൃഷിഭൂമി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആണ് നമ്മൾ ഇനി ഒരു തുണ്ട് ഭൂമി പോലും കൃഷിഭൂമി കാർഷിക ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുന്നത്. കൃഷി വകുപ്പ് മാത്രം വിചാരിച്ചാൽ ഇത്രയും സുപ്രധാനമായൊരു കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കാൻ പറ്റുമോ? കൃഷി വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ കേരളത്തിൽ ഒരു സ്ഥലത്തും മാറ്റാൻ പറ്റില്ല. ആ മെത്രാൻകായൽ പ്രദേശത്ത് കൃഷിയല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ശരി, ഏത് തരം കൃഷിയാണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നത്? വൻതോതിൽ ഉൽപാദനം സാധ്യമായ തരത്തിലുള്ള രാസവളങ്ങളും കീടനാശിനിയും ഒരിക്കലുമല്ല. അത് ഞങ്ങളൊരു നെൽവയൽ സംരക്ഷണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അവിടെ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, നെൽവയലുകൾ പ്രകൃതിയുടെ അനിവാര്യമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്. ഈ ആവാസ വ്യവസ്ഥയെ ശാസ്ത്രീയമായി നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള കൃഷിയായിരിക്കണം. വലിയൊരു സ്വപ്നമാണ് മന്ത്രി പങ്കുവയ്ക്കുന്നത്. ഈ പറയുന്ന 3,00,000 ഹെക്ടറിലേക്ക് നമ്മുടെ നെൽകൃഷി വ്യാപിപ്പിച്ചാൽ തന്നെ, കൃഷിയിടം കൂടുതൽ വലുതായാൽ തന്നെ കേരളത്തിൽ മനുഷ്യർക്ക് ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ജൈവമായ രീതിയിൽ, ജൈവകൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ആ ഉൽപ്പാദനം മതിയാകുമോ?
കണക്ക് പറയട്ടെ. കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 3 കോടി പ്ലസ് ജനതയ്ക്കും കൂടെ അരി ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഒരു കമ്മിറ്റ്മെൻറ്റൊന്നുമല്ല. നല്ലൊരു ശതമാനം ആൾക്കാർ അവർ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ആ അരി ഇവിടുന്ന് ഉണ്ടാകുന്നതാവാം, പലർത്തുനിന്ന് ഉണ്ടാകുന്നതാവാം. അപ്പോൾ പ്രയോറിറ്റി മിനിസ്റ്റർ പറഞ്ഞതുപോലെയാണ് നമുക്ക് മാക്സിമം എത്ര പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ചില സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വയലില്ലാത്ത സംസ്ഥാനമുണ്ട്, വയൽ അമിതമായുള്ള സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ തമിഴ്നാട് ആവശ്യത്തിന് കൂടുതൽ പ്രൊഡക്ഷനുള്ള സ്ഥലമാണ്, ഗുജറാത്താണ്, ബംഗാൾ നെല്ലിൻ്റെ അറയാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഈസ്റ്റ് ഇന്ത്യൻ കോറിഡോർ നമുക്ക് നെല്ല് ആവശ്യത്തിന് പ്രൊഡക്ഷനുണ്ട്. രാജ്യത്തിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ പൗരനും ആവശ്യമുള്ള ടോട്ടലിൻ്റെ 4 ഇരട്ടിയോളം ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ ഭക്ഷ്യസുരക്ഷ ഇല്ലാത്ത രാജ്യമേ അല്ല. കേരളത്തിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു കാലത്ത് നെൽവയലായിരുന്നെങ്കിലും അതിപ്പോൾ കുറേ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കണക്കിൽ തന്നെ 2 ലക്ഷം ഹെക്ടറിന് താഴെ പോയി. അപ്പോൾ 2 ലക്ഷം ഹെക്ടറിന് താഴെ പോകുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷനും 5 ലക്ഷം ടണ്ണിന് അടുപ്പിച്ചായി. നമുക്ക് ഐഡിയലി വേണ്ടത് ഒരു 30-35 ലക്ഷം ടൺ വേണം. അപ്പോൾ ഇത് 3 ലക്ഷം ഹെക്ടർ കൊണ്ട് ഉണ്ടാവില്ല ഒരു പൂവൊക്കെ ചെയ്താൽ. പക്ഷെ നമ്മൾ ശരിക്കും ഒരു സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു പാരലൻസ് ഉണ്ട്. അതായത് നമ്മൾ ഓരോ തവണ ഇദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാം, നമ്മളൊരു ഭക്ഷ്യമന്ത്രിയെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്തിനെന്നറിയാമോ? എലക്ട് ചെയ്ത് വിടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പോയിട്ട് നമുക്ക് വേണ്ടി, അതായത് ഈ നികത്തി നശിപ്പിക്കുന്ന ലിറ്ററലി കോർപ്പറേറ്റ് മെൻറ്റാലിറ്റിയുള്ള ഒരു വയലും വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുള്ള മലയാളിക്ക് വേണ്ടി തെണ്ടാനാണ്. നിർഭാഗ്യവശാൽ എല്ലാ കാശും ഗൾഫിൽ നിന്ന് ആവശ്യത്തിന് ടൺ കണക്കിന് കാശ് കൊണ്ടുവരുന്ന ഒരു ബെഗർ സ്റ്റേറ്റാണ് നമ്മൾ. ഗുജറാത്ത് അതല്ല, ബീഹാർ അതല്ല, ബീഹാർ പോലും അങ്ങനെയല്ല. അവരുടെ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എത്ര പറ്റുമോ അത്രയും മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നുള്ള 5 ലക്ഷം ടണ്ണിൽ നിന്ന് 50,000 ടൺ കൂടുതൽ ചെയ്താലും ദാറ്റ് ഈസ് ആൻ അച്ചീവ്മെൻറ്റ്. അത് സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. പിന്നെ സംശയം ശ്രീകല ചോദിച്ചത് ജൈവ കൃഷിയെക്കുറിച്ചാണ്. ജൈവ കൃഷിയുടെ നയമുണ്ടാക്കുന്നതിന് മുമ്പ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ചെറിയൊരു ഓർഗാനിക് ഔട്ട്ലെറ്റ് മറ്റും നടത്താനല്ല, ട്രെയിനിങ് കൊടുക്കാനും വ്യാപിപ്പിക്കാനും ഒക്കെ ആയിട്ട്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഒരു തവണ ജൈവ കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ അവരെന്തിനാണ് ചെയ്യുന്നത്? അവർക്കത് പ്രൊഡക്ഷൻ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. ഒരു കർഷകനും പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ, പ്രൊഡക്ടിവിറ്റി ഇല്ലെങ്കിൽ അവരത് ചെയ്യില്ല. പക്ഷേ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നവും അല്ലാത്ത ഉൽപ്പന്നവും തമ്മിൽ പൈസയുടെ കാര്യത്തിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവണം. ഒരു വഴിയേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇന്ന് ഒരു 5% ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ വില ആവശ്യപ്പെടും. ഇത് 100% ആൾക്കാരായാലോ? നമ്മൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ, LDF ഗവൺമെൻറ്റിൽ ഈ നയം കൊണ്ടുവന്നപ്പോൾ നയം ഡ്രാഫ്റ്റ് ചെയ്യാൻ സഹായിച്ച ഒരു സംഘടനയുടെ വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, അന്ന് നമ്മുടെ സ്വപ്നം എന്തായിരുന്നു? സമ്പൂർണ്ണ ജൈവ സംസ്ഥാനം എന്നാണ്. സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായാൽ 2 ഗുണങ്ങളാണ്. ഒന്ന്, ആവശ്യത്തിന് ഈ പറഞ്ഞതുപോലെ പ്രൈസ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. 2, സർട്ടിഫിക്കേഷൻ പോലും വേണ്ട, കേരളത്തിൽ നിന്ന് എന്ത് വാരി കഴിച്ചാലും ജൈവമാണെന്നുള്ള അതിലേക്ക് എത്താൻ കഴിയും. ഒരു സംസ്ഥാനം എത്തിപ്പോയി. ഇപ്പോൾ സിക്കിമിന് അതിലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അതിന് മുമ്പ് തുടങ്ങിയവരാണ്. വി ലാസ്റ്റ് 5 years. അത് പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരു അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നൊരു വലിയ സ്വപ്നം മനുഷ്യരുടെ ഉള്ളിലുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ ആളുകൾക്ക് പേടിയുണ്ട്. പക്ഷേ താങ്കളെപ്പോലെ വളരെ കുറച്ച് മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഈ ജൈവ രീതിയിൽ ചെയ്യുന്ന ഇപ്പോഴത്തെ കൃഷി സമ്പ്രദായം ശാസ്ത്രീയമായ കൃഷി രീതികൾക്ക് എതിരാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ജൈവ കൃഷി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിലും ഇന്ത്യയിൽ പൊതുവിലും നിലവിലുണ്ടായിരുന്നതും വൻപിച്ച പരാജയം നേരിട്ട് നമ്മളുടെ സംസ്ഥാനത്തിൽ, അതായത് എവിടെ നോക്കിയാലും പാടങ്ങൾ, നെല്ലില്ല, എവിടെ നോക്കിയാലും പറമ്പ്, വിളവില്ല, എവിടെ നോക്കിയാലും പശുവിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹൃദയം തകരുന്ന പശു, പാലുമില്ല. നമ്മളുടെ ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ 100 വർഷം എടുത്ത് നോക്കുന്ന ആർക്കും മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇവിടെ ശാസ്ത്രീയ കൃഷി സംവിധാനം വന്നതിന് ശേഷം, അതായത് ജലസേചനം, ഹൈ യീൽഡിംഗ് ആയിട്ടുള്ള വെറൈറ്റീസ്, വിത്തിനങ്ങൾ, രാസവളം, കീടനാശിനി, മെക്കനൈസേഷൻ, ഈ 5 കാര്യങ്ങൾ. ഇതിന് ശേഷം നമ്മളുടെ 1969 ശേഷം ഹരിത വിപ്ലവം എന്ന് പറയുന്ന അബ്സല്യൂട്ട് വൺ ആൻഡ് ഓൺലി മിറക്കിൾ. ഈ മിറക്കിളുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ പറ്റിയൊരു സാധനമാണത്. അത് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റാത്തൊരു കാര്യം.
അതായത് ഒരു ഹെക്ടറിൽ 550 കിലോ നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, അതായത് 60കളിലെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇന്ന് കേരളത്തിൽ തന്നെ 2012 ആകുമ്പോൾ 2550 കിലോ ആയി. അത് പഞ്ചാബിലാകുമ്പോൾ 5000 കിലോ ആവുന്നുണ്ട്. ജപ്പാനിലൊക്കെ 6000-7000 കിലോ ആവുന്നു. അവിടുത്തെ ഈ ഹൈബ്രിഡ് ഫെർട്ടിലൈസേഷൻ, അതുപോലെ ഈ സങ്കര കൃഷിയുണ്ട്, പ്രജനന കൃഷിയുണ്ട്. ചൈനയിൽ 11,000 കിലോഗ്രാമാണ് ഒരു ഹെക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവർ. ബംഗാൾ ക്ഷാമത്തിൽ കൊല്ലപ്പെട്ടത് 30 ലക്ഷം പേരാണ്, 30,000 അല്ല, 30 lakh പീപ്പിൾ 2 വർഷം കൊണ്ട് കൊല്ലപ്പെട്ട. ഇന്ത്യ കണ്ടിട്ടുള്ള ക്ഷാമങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു കണക്കെടുത്ത് നോക്കുക. ഇപ്പോൾ ഒരു അവസ്ഥയുണ്ട് നമുക്ക്. ഇപ്പോൾ ശ്രീകല പറഞ്ഞൊരു കാര്യമുണ്ട്, വിഷം. എന്താണ് വിഷം? നിങ്ങളൊരു 15 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചു നോക്കുക, നിങ്ങൾ കുഴപ്പത്തിലാവും. ഏത് കാര്യവും വിഷം നിർണ്ണയിക്കുന്നത് അതിൻ്റെ മാത്രയാണ്, അതിൻ്റെ ഡോസാണ്. ഡോസ് കൂടുമ്പോൾ ഇപ്പോൾ പാരസെറ്റാമോൾ, നിങ്ങളുടെ തെർമോസ്റ്റാറ്റ് നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളെ ചൂട് കുറയ്ക്കുന്ന സാധനം നിങ്ങളൊരു 18 എണ്ണം എടുത്ത് വിഴുങ്ങി നോക്ക്, അല്ലെങ്കിൽ ഒരു 15 എണ്ണം വിഴുങ്ങി നോക്ക്, രക്ഷപ്പെട്ടാൽ ഭാഗ്യം. വിഷം എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ മാത്രയാണ്. അപ്പോൾ ഈ വിഷരഹിത പച്ചക്കറി എന്ന് പറയുന്നവർക്ക് വിഷരഹിത അരി വേണ്ടേ, പയർ വേണ്ടേ? നമ്മൾ ഈ വരുന്ന സാധനങ്ങളെല്ലാം ഇതല്ലേ. എന്ത് ഈ വിഷമെന്നുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ജൈവവളം രാസവളം എന്ന് പറഞ്ഞാൽ 2 വളമേ ഇല്ല. വളം എന്ന് പറഞ്ഞാൽ എന്താണ്? വളം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ആദ്യ സോഴ്സ് സൂര്യനാണ്. ഫോട്ടോസിന്തസിസ്, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. അത് വിത്ത്, അതുപോലെ പിന്നെ തണ്ടിലും വേരിലും കായിലും സസ്യം ശേഖരിക്കുന്നു. അത് നമ്മൾ തിന്നുന്നു, അല്ലെങ്കിൽ അത് തിന്നുന്നതിനെ നമ്മൾ തിന്നുന്നു. ഇതാണ് അതിൻ്റെ ഒരു ചാക്രിയമായിട്ടുള്ള ഒരിത്. അതിൽ എപ്പോഴും ഒരു ചെടി സ്വീകരിക്കുന്നത് എന്താണ്? ചെടി സ്വീകരിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ട് കുറേ മൂലകങ്ങളുണ്ട്. പൊട്ടാസ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, അങ്ങനെയുള്ള സാധനമുണ്ട്. അത് കഴിഞ്ഞ് കുറേ സൂക്ഷ്മ മൂലകങ്ങളുണ്ട്. ഇത് മോളിക്കുലാർ രൂപത്തിൽ മാത്രമേ ചെടികളുടെ വേരിന് വലിച്ചെടുക്കാൻ കഴിയൂ. നിങ്ങൾ ചാണകം ഇട്ടാലും യൂറിയ ഇട്ടാലും മോളിക്കുലാർ അല്ലെങ്കിൽ അയണീകരിക്കപ്പെട്ട അവസ്ഥയിൽ മാത്രമേ, അല്ലാതെ വേറെ ഒരു പ്രോസസ്സും അവിടെ ഇല്ല. അത് എന്ത് വളം ഇടുന്നു എന്നുള്ളതല്ല, എന്ത് ചെടിക്ക് കിട്ടുന്നു എന്നുള്ള. അല്ലാതെ ചാണകം ഇട്ടപ്പോൾ എനിക്ക് ചാണകമാണല്ലോ ഇട്ടത്, ഇത് ജൈവമാണല്ലോ എന്ന് പറഞ്ഞ് ചെടിക്ക് കുളിര് പോരത്തൊന്നുമില്ല. ഏത് സാധനം ഇട്ട് കഴിഞ്ഞാലും എന്താണോ ചെടിക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ലോകമെമ്പാടും കണ്ടിട്ടുള്ള എന്താണ്? ഇപ്പോൾ റോത്താംസ്റ്റാം എക്സ്പെരിമെൻറ്റ് 1845 മുതൽ നിരന്തരമായി വിളകൾ പരീക്ഷിച്ചുകൊണ്ടുവന്ന റിസൾട്ടുണ്ട്. എന്താണ്? ജൈവം എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് കോമ, അതായത് പച്ചില, ഗോമൂത്രം, അങ്ങനെ. അതെന്ന് വെച്ചാൽ ജൈവം എന്ന് പറഞ്ഞാലും രാസം തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ജൈവ വളങ്ങളും രാസവളങ്ങളും വളരെ ജുഡീഷ്യസ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ വിളകളുണ്ടായിട്ടുള്ളതെന്ന് ലോകമെമ്പാടും അനിശ്ചയത്യമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ജൈവം എന്ന് പറയുന്നതിലേക്ക് മാത്രം മാറിയുള്ള പ്രശ്നം എന്താണ്? ഒന്ന്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ജൈവ പച്ചക്കറിയിലേക്ക് മാത്രം ഒതുങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വലിയൊരു ഫാഷൻ പരേഡായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, ഒരു വീട്ടുമുറ്റത്ത് ഒരാൾ കൃഷി ചെയ്യുന്നു, പച്ചക്കറി കൃഷി ചെയ്യുന്നു, നല്ല കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ടെറസിൽ കൃഷി ചെയ്യുന്നു, നല്ല കാര്യമാണ്. പക്ഷേ നമ്മളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ പൊതു ലക്ഷ്യങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിളർന്നിരിക്കുന്ന വായകളും നീട്ടിവെക്കുന്ന കൈകളുമാണ്. നമ്മുടെ പോപ്പുലേഷൻ, നമ്മളുടെ ഡിമാൻഡ്സ്, അതിന് ഇത്തരത്തിലുള്ള തൊട്ടുതീർപ്പ് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. എൻ്റെ അഭിപ്രായത്തിൽ വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് 2016 ആകുമ്പോഴത്തേക്ക് കേരളത്തിലെ കൃഷികൾ മുഴുവൻ ജൈവാടിസ്ഥാനത്തിലേക്ക് മാറുമെന്ന് പറയുന്നത് ശാസ്ത്രീയമാണെന്ന് മാത്രമല്ല യാതൊരു ദീർഘവീക്ഷണമില്ലാത്ത ഒരു ഏർപ്പാടാണ്.